Hello everyone. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ എത്തിയില്ലേ? ഫെബ്രുവരി 2 സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സെറ്റ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എക്സാം എഴുതുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് എഴുതുക. അതാണ് ആദ്യത്തെ കാര്യം. അപ്പം നമ്മൾ തലേ ദിവസം ഇരുന്ന് ഒരുപാട് പഠിക്കാൻ ശ്രമിക്കരുത്. കാര്യം 1-2 എക്സാമൊക്കെ ഒന്ന് എഴുതി നോക്കുക, കുഞ്ഞു എക്സാമുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് വേണം എക്സാമിന് പോകാൻ. കാര്യം നമ്മുടെ പല വർഷത്തെയും കുട്ടികൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് തന്നെ പറയാം. അവരെന്ന് പറഞ്ഞാൽ തലേദിവസമൊക്കെ ഇരുന്ന് ഒരുപാട് പഠിക്കും. അപ്പോൾ പഠിച്ച തീരുന്നില്ല എന്ന് തോന്നും. അപ്പോഴത്തേന് പരീക്ഷാ ഹാളിലെത്തും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം ലൂണാർ കാസ്റ്റിക് എന്താണെന്ന് ചോദിച്ചാലും അവർ ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. സോ കെമിസ്ട്രിക്കാരുടെ കേസിലാണ് ഞാൻ പറയുന്നത്, ഒന്ന് റിലാക്സ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തുമ്പം മെയിനായിട്ട് ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒരു മിനിമം ഒരു 3 ടൈംസ് എങ്കിലും കടന്നു പോകണം. കാരണം നിങ്ങൾക്ക് അത്രയും ടൈം കിട്ടില്ല. നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 120 ക്വസ്റ്റ്യൻ ഉണ്ട്. 120 മിനിറ്റാണ് നമുക്ക് കിട്ടുന്ന സമയം. അതായത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ അത്രയും ടൈമിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. അത് ഇനി പറഞ്ഞിട്ട് കാര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടു, ആൻസർ അറിയില്ല. അപ്പം തന്നെ എന്ത് ചെയ്യുക? അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ നിൽക്കേണ്ട, അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കുക. ഞാനിത് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വളരെ വേഗം നിങ്ങൾ ഫിനിഷ് ചെയ്യുക. അതായത് നിങ്ങൾ 120 ക്വസ്റ്റ്യനിലൂടെയും ആദ്യത്തെ ഒരു പ്രാവശ്യം കടന്നു പോയി കഴിഞ്ഞു. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഞാൻ പറഞ്ഞില്ലേ റൗണ്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ടൈം വേണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് രണ്ടാമത് അറ്റൻഡ് ചെയ്യുക. മനസ്സിലാകുന്നു? അതിനുശേഷം അപ്പം നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ആ സെറ്റിൻ്റെ 120 ക്വസ്റ്റ്യനിലൂടെയും പാസ് ചെയ്ത് പോയി. ഇനി മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, എ ആണോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾക്ക് കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ റൂൾ ഔട്ട് ചെയ്തൊക്കെ കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മൂന്നാമത് എഴുതുക. അപ്പം നിങ്ങൾക്കറിയാം 48% ആണ്, എല്ലാവരും അങ്ങനെ തന്നെ കൂട്ടുക. 48% ആണ് നമുക്ക് ജയിക്കാൻ വേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വേണം, ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സെറ്റ് കിട്ടാനായിട്ട് ഇപ്പോൾ ചിലപ്പം 2 മാർക്കിൻ്റെ കുറവാണെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ഇതേപോലെ റൂൾ ഔട്ട് ചെയ്തിട്ട് അതിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും 120 ക്വസ്റ്റ്യനും നിങ്ങൾ കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യണം. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം അല്ലേ. ഇപ്പം നെറ്റിൻ്റെ എക്സാം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സി പാർട്ടൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നമുക്ക് പോകുന്ന മാർക്ക് 5 മാർക്കാണ്. റോങ് ആൻസറിന് 4 മാർക്ക്, പിന്നെ നെഗറ്റീവ് മാർക്കിങ് 1, അങ്ങനെ 5 മാർക്ക് പോകും. ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ 120 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ ആൻസർ ചെയ്യണം, കമ്പൽസറി ആൻസർ ചെയ്യണം. കാര്യം ഇപ്പം നമ്മൾ എഴുതിയത് തെറ്റാന്ന് പറഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവ് മാർക്കിങ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 3 പ്രാവശ്യം നിങ്ങളുടെ എൻറ്റയർ 120 ക്വസ്റ്റ്യനിലൂടെയും പാസ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് എന്തായിരുന്നാലും നമ്മൾ ടേം സിമ്പിളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വരും, അല്ലെങ്കിൽ നമ്മളുടെ കോർഡിനേഷൻ കോംപ്ലക്സിലെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷനൊക്കെ കണ്ടുപിടിക്കാൻ വരും. അപ്പം നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും. ആ സമയത്ത് നിങ്ങൾ ബാക്കിൽ നിങ്ങളുടെ ഡി ഓർബിറ്റിലൊക്കെ ഇല്ലേ, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ ഇല്ല, അവരെയൊക്കെ ഒന്ന് എഴുതി വെക്കുക. കാര്യം സ്കാൻഡിയൻ ടു സിങ്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്ക്, അവരെ ഒന്ന് എഴുതി വെക്കുക. കാര്യം നമുക്കറിയാം ഇവിടെ D1 to D10 കോൺഫിഗറേഷൻ വരും. അപ്പോൾ അത് ബാക്ക് സൈഡിലൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. കാര്യം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമല്ലേ, ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ. കാര്യം ഇപ്പം D1 to D10 ആ കോൺഫിഗറേഷൻസ് എഴുതാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം അത് എഴുതി വയ്ക്കുക. അതിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് അവിടെ എഴുതി വയ്ക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ പറയണം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ചില ഷോർട്ട് ട്രിക്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ഇപ്പോൾ D1 to D10 എങ്ങനെയാണ് ടേം സിമ്പിൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. 14 3 അപ്പം നമുക്ക് കുറേ ഹറിബറീസ് ഒഴിവാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ പഠിച്ചിരിക്കുന്ന ചില ട്രിക്കുകൾ കാണും. അതൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ കുറേ അധികം ടൈം നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ അത് ഒരു കാരണവശാലും എഴുതാതെ വിടരുത്. നിങ്ങൾക്ക് മാക്സിമം കോൺഫിഡൻസ് ഉള്ള ആ ഒരു ഏരിയയിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കറുപ്പിച്ചിട്ട് തന്നെ പോകണം. കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലോർക്കുക. അതുപോലെ തന്നെ ചില കുട്ടികൾ
ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 48% വേണ്ട മാർക്കിന് നിങ്ങൾ എഴുതും, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഇരുന്ന് ഉറങ്ങും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആ ഒരു അത്രയും പാർട്ട് എഴുതിയാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവും. മിക്ക വർഷവും 2-3 ക്വസ്റ്റ്യൻസ് നമ്മുടെ സെറ്റ് കെമിസ്ട്രിയുടെ കേസിൽ ക്യാൻസൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ചിലത് റോങ് ആൻസർ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് ആ ഒരു 48% പിടിച്ച് എഴുതരുത്. എന്തായിരുന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും അതിന് ആൻസർ ചെയ്തു പോകണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് മറക്കാതെ ഓർക്കുക. നിങ്ങൾ 3 പ്രാവശ്യം, കാര്യം അത്രയും ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 120 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ ചോദിക്കൂ. അപ്പം മിനിമം 3 പ്രാവശ്യം നിങ്ങൾ ആ ക്വസ്റ്റ്യനിലൂടെ പാസ് ചെയ്യണം. കാര്യം ആദ്യം വളരെ വേഗം തന്നെ എഴുതുക. ടൈം കിട്ടിയില്ല എന്നൊരു പരാതി ആരും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് പറഞ്ഞിരുന്നത്. ട്രിക്കല്ല, എല്ലാവരും സാധാരണ എക്സാം എഴുതുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു രീതി ഇത് തന്നെയാണ്. ആദ്യം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വളരെ വേഗം എഴുതി പോവുക, അതിനൊരുപാട് ടൈം കളയരുത്. അതുപോലെ തന്നെ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൺവേർഷൻ ചെയ്തോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വരച്ചിട്ടിട്ട് അവസാനം മാത്രമേ അതിന് ഫൈനൽ ആൻസർ ചെയ്യാവൂ. അപ്പം എളുപ്പമുള്ള ഒരു എക്സാം അല്ല എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴും ഹറിബറിയിൽ നിങ്ങൾ തെറ്റിക്കാനൊന്നും പാടില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എടുത്തിട്ട് പോവുക. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ റൂട്ടിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കുക. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4, റൂട്ട് 5 അങ്ങനെ ഒരു റൂട്ട് 9 വരെയുള്ള വാല്യൂസ് ഒന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ സൈൻ കോസ് വാല്യൂസും ഇപ്പം നമുക്ക് നമ്മുടെ ലാംഡ = 2d sin θ നമ്മളുടെ ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ സൈനിൻ്റെ വാല്യൂസ് സൈൻ 0 to അറ്റ്ലീസ്റ്റ് 90 വരെയുള്ളതിൻ്റെയൊക്കെ വാല്യൂസ്, ചിലതിൻ്റെയൊക്കെ കേസിൽ കോസിൻ്റെ വാല്യൂസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ, തെറ്റിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേഷനകത്തൊക്കെ കുറേ ട്രിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതൊക്കെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ എക്സാമിനെ പറ്റി പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒരുപാട് എക്സാമൊക്കെ എഴുതി പരിചയമുള്ളവരായിരിക്കും. ഹോൾ ടിക്കറ്റ് ഫില്ല് ചെയ്യുന്നതും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ തെറ്റിക്കാതിരിക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് 1ന് നേരെ 1 തന്നെ ആൻസർ ചെയ്ത് പോവുക. 2ൽ ആൻസർ ചെയ്ത് പോയാൽ പിന്നെ എൻ്റയർ ഓപ്ഷൻസും തെറ്റിപ്പോവും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത്. യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ ഈസി വേയിൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തൊക്കെ തന്നെ ചെയ്തു പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സെറ്റിൻ്റെ എക്സാമിനെ പറ്റിയിട്ടുള്ള കുറേ ടെൻഷൻസ് ഒഴിവാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഓൾ.